കലികാല വാർത്തകൾ. നമസ്കാരം. കലികാല വാർത്തകൾ. പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ PC ഷാനവാസ് അന്തരിച്ചു. 36 വയസ്സായിരുന്നു. രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്നായിരുന്നു അന്ത്യം. ഈ വാർത്ത ഇങ്ങനെ വായിച്ചു പോകും നമ്മൾ. അടുത്ത വാർത്തയിലെ രാഷ്ട്രീയ ചെളിവാരി എറിയലോ, അടുത്ത നഗരത്തിലെ പീഡനമോ, മെട്രോയിലെ മയക്കുമരുന്നോ ആണ് നമുക്ക് മുഖ്യമായ വാർത്ത. പക്ഷേ കലികാല വാർത്തയിൽ ഇന്ന് ഈ ഡോക്ടറെ കുറിച്ച് മാത്രമാണ് പറയുക. മനുഷ്യത്വം നശിക്കാത്തവർക്കും നല്ല മനസ്സുകൾക്കും കേൾക്കാം. സ്വാഗതം. ഇത് നന്ദുകാവാലം. ആദിവാസികൾക്കിടയിൽ നടത്തിയ ആതുര സേവനത്തിലൂടെ ജനശ്രദ്ധ നേടിയ ആളാണ് ഷാനവാസ്. മലപ്പുറം ജില്ലയിലെ കിഴക്കൻ കുടിയേറ്റ മേഖലയിലുള്ള ആദിവാസികൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. സുഹൃത്തുക്കളോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു മരണം. മരണസമയത്ത് ഷാനവാസിന്റെ അച്ഛനും കൂടെയുണ്ടായിരുന്നു. ആദിവാസി മേഖലയിലെ പ്രവർത്തനത്തിനിടെയുണ്ടായ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് അധികാരികൾക്കെതിരെയുള്ള പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം. P. മുഹമ്മദ് ഹാജിയുടെയും K. ജമീല ഹജ്ജുമയുടെയും മകനാണ് ഷാനവാസ്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഷാനവാസിന്റെ മരണവാർത്ത ഞെട്ടലാണ് കൂട്ടുകാരിൽ സൃഷ്ടിച്ചത്. ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾക്ക് വൻ പിന്തുണയായിരുന്നു സോഷ്യൽ മീഡിയ നൽകിയിരുന്നത്. സിനിമകളിൽ മാത്രം നാം കണ്ടിട്ടുള്ള നന്മ നിറഞ്ഞ നായകന്മാരുടെ പ്രതിരൂപമായിരുന്ന ഷാനവാസ് ആദിവാസി സമൂഹത്തിന് വലിയൊരു കൈത്താങ്ങായിരുന്നു. നിശ്ചയദാർഢ്യവും നന്മ നിറഞ്ഞ മനസ്സും MBBS എന്ന ഡിഗ്രിയും മാത്രമായിരുന്നു ഷാനവാസിന് കൈമുതൽ. ഒപ്പം സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളുടെ പിന്തുണയും. പതിവ് പോലെ രാഷ്ട്രീയമെന്ന ആട്ടിൻ തോലണിഞ്ഞ കറൻസി എന്ന ബെർമുഡ ട്രയാങ്കിളിൽ അകപ്പെട്ടു പോയ, പരസ്പരം വെട്ടിക്കൊല്ലാനോ ചെളിവാരി എറിയാനോ കുടുംബം കലക്കാനോ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനോ മാസ്റ്റർ ബിരുദമെടുത്തവർ കളി കളിച്ചു. ആ കളിയിൽ ഈ ഡോക്ടറും തോറ്റുപോയി. വലിയ കൈകളാണ് തനിക്കെതിരെ ഉള്ളത് എന്നറിഞ്ഞിട്ടും അദ്ദേഹം തന്റെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാനോ നിശ്ചയദാർഢ്യം കൈവിടാനോ തയ്യാറായില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരത്തേക്ക് ഹിയറിംഗ് എന്ന പ്രഹസനത്തിന് വിളിച്ചു വരുത്തി എന്റെ പണം വെറുതെ കളഞ്ഞു. നിലമ്പൂരിൽ നിന്നും അത്രയും ദൂരം ഡ്രൈവ് ചെയ്യിച്ചു എന്നെ കൊണ്ട്. ശിരുവാണി കാടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് ആദ്യമേ ടൈപ്പ് ചെയ്തു വെച്ച ഓർഡർ ഇങ്ങ് അയച്ചാൽ പോരായിരുന്നു. ആദിത്യൻ ഒരു തുറന്ന യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് തേടാനുള്ള വഴികൾ നിങ്ങൾ തേടിക്കൊള്ളൂ. ഒറ്റയാന് അവൻ്റേതായ ചില വഴികളുണ്ട്. എന്നെ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ചാലും കീഴടങ്ങില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. മരുന്ന് കമ്പനികളും രാഷ്ട്രീയക്കാരും ആശുപത്രികളും ഉൾപ്പെടെ ശത്രുക്കളുടെ ഒരു വലിയ വലയം തന്നെ ഷാനവാസിന് ചുറ്റും ഉണ്ടായിരുന്നു. സാമ്പിൾ മരുന്നുകൾ കണ്ടെത്തിയായിരുന്നു ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾ. അതും ആദിവാസി ഊരുകളിൽ കിലോമീറ്ററുകൾ നടന്നു ചെന്ന്. ഷാനവാസിന്റെ പ്രവർത്തനം കേട്ടറിഞ്ഞ് നിരവധി പേർ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി അദ്ദേഹത്തിന് സഹായ വാഗ്ദാനവുമായി എത്തി. എതിരാളികൾ വൻ സ്രാവുകളാണെന്നും അവർക്കൊന്നും സത്യത്തിനും നീതിക്കും മേലെ അധികകാലം പറക്കാനാവില്ലെന്നുമാണ് ഷാനവാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞിരുന്നത്. തന്റെ അടുത്ത യാത്ര ശിരുവാണിയിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ശിരുവാണി കുന്നുകൾക്ക് ആ സ്നേഹവും പരിചരണവും അനുഭവിക്കുന്നതിനുള്ള യോഗമുണ്ടായില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ സ്ഥിരമായി ജീവിക്കാത്തതിനാൽ ഇങ്ങനെ ഒരു ദൈവദൂതൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടുതൽ ആൾക്കാരെ അറിയിക്കാൻ കലികാല വാർത്തകൾക്ക് പറ്റിയില്ല. ജീവിച്ചിരിക്കുന്ന നല്ലവരെ അറിയാൻ നമുക്കല്ലെങ്കിലും സമയമില്ലല്ലോ. മരിച്ചു കിട്ടിയാലല്ലേ കൊടിയും തോരണവും ദുർഗന്ധം പരത്തുന്ന വ്യാജ കണ്ണീരും ചൊരിയാൻ നമുക്കാവൂ. ആരുമല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എങ്കിലും ഈ വാർത്തയും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുകളും വായിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയം തകർന്നുപോയി. കണ്ണീര് കാഴ്ച മറച്ചു. പരമകാരുണികനായ ദൈവം ഈ ദൂതനെ സ്വീകരിച്ചാനയിക്കുമെന്നാണ് പ്രതീക്ഷയും ഉറപ്പും. ഇന്നത്തെ കലികാല വാർത്താ വായന തൊണ്ടയിൽ തടയുന്ന തീ നൽകുന്ന പൊള്ളലോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കലികാല വാർത്തകൾ brought to you by Grand Mall. 30 റിയാലിന് പർച്ചേസ് ചെയ്യൂ, 7 ഭാഗ്യശാലികൾക്ക് ഡസ്റ്റർ കാർ സമ്മാനം. 20 റിയാലിന് യൂണിലിവർ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ, 1 ലക്ഷം റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചറുകൾ നേടൂ. ഗ്രാൻഡ് മാൾ, വെസ്റ്റേൺ പാർക്ക്, ദോഹ, ഖത്തർ.